ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ പറമ്പിലെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഞാൻ വന്നിരിക്കുന്നത്. ഒരു കായക്കൊല പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെട്ടി. ഇത് 2-3 പഴം പഴുത്തിട്ടുണ്ട്. എന്നിട്ട് ചേട്ടാ എൻ്റെ പേര് ചരപ്പൂ കർപ്പൂരക്കദളി അങ്ങനെയാണോ പറയാ? 2 പഴം പഴുത്തിട്ടുണ്ട്. കണ്ടോ, 2 പഴുത്തു. 2 പഴുത്തുണ്ട്. ഇത് ഞങ്ങളുടെ മുളകാണ് കേട്ടോ. കുറച്ച് മുളക് ഞങ്ങൾക്കിടെ ആവശ്യത്തിനുള്ള മുളകുണ്ട്. കണ്ടോ, കുറച്ചുള്ളൂ. ഇതിന് വലിയ ടൈപ്പിലാവാറുണ്ട്. ഇപ്രാവശ്യം എന്തോ അത് അത്ര അങ്ങോട്ട് വലിപ്പം വെച്ചിട്ടില്ല മുളകിന്. ചെറുവക കൃഷിയൊക്കെ ഞങ്ങൾക്ക് ഉള്ളത്. കൃഷി എന്ന് പറയാനൊന്നും പറ്റില്ല. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുളക്, ചീര അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം. കുറച്ച് പയറുണ്ട്, ഞങ്ങളിവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. അത് മഴ പെയ്ത കാരണം അതൊന്നും ശരിയായില്ല. എന്നാലും ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഓരോ ചീരകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉണ്ട്, ഇത് ചീരുണ്ട്. ഈ ഉപ്പേരി വെക്കാനൊക്കെ എടുക്കാമല്ലോ പയറിൻ്റെ ഇല. നമ്മുടെ ചേമ്പ് പ്രാവശ്യം നട്ടുള്ളതാണ്. അപ്പം ഇതിന് വളമൊക്കെ കയറ്റി കൊടുത്തു. ഈ പച്ചിലൊക്കെ കയറ്റിയിട്ട് വളമാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ട്രിപ്പിനെ വെച്ചിട്ടുള്ള കൊള്ളിയാണ് കേട്ടോ അത്. അപ്പോൾ കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം. ഒരു നാരകത്തിൻ്റെ തൈയുണ്ട്. ഇവിടെയൊക്കെ ഒരു കുടപ്പുളി തൈ ഉണ്ടായിട്ടുള്ളതായിട്ട്. പിന്നെ ഒരു കുഞ്ഞ് വേപ്പിൻ്റെ തൈ പിടിച്ചിട്ടുണ്ട്. വേപ്പിൻ്റെ തൈ പിടിക്കലേ കുറവാണ്. ഇപ്പോൾ ഇത് നന്നായി ഇത്തിരി പിടിച്ചിട്ട് അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വേപ്പിൻ്റെ ഇലയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ഇവിടെയും കൊള്ളി നട്ടിട്ടുണ്ട്. ഞാൻ വേറെ ഒരെണ്ണം, ഇത് നമ്മുടെ റംബൂട്ടാനാണ് കേട്ടോ. റംബൂട്ടാൻ ഇത്രയ്ക്ക് ആയിട്ടുണ്ട്, പക്ഷേ ചെറുതാണ്, അധികമായിട്ടില്ല. ഇതിന്മേ കായ ഉണ്ടാവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. ഇത് ബഡ് ചെയ്തതല്ല, തന്നെത്താനെ നമുക്ക് വിത്ത് മുളച്ചിട്ടുണ്ടായതാണ്. പക്ഷെ ഇത്രയ്ക്ക് വലുതായി. ഇതുമ്പോൾ കായ ഉണ്ടാവും നമുക്കറിയില്ല. തന്നെത്താൻ മുളച്ചതായ കാരണം ബഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ കായ ഉണ്ടാവുമായിരിക്കും, അല്ലാണ്ട് ഉണ്ടാവുമെന്ന് സംശയമാണ്. നമ്മുടെ മണിമുല്ല, എൻ്റെ പണ്ടത്തെ വീഡിയോയിൽ കണ്ടവർക്കറിയാം. നമ്മുടെ മണിമുല്ല പൂത്തിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ പൂക്കലൊക്കെ കഴിഞ്ഞപ്പോൾ വെട്ടി. ഇപ്പോൾ അത് വീണ്ടും അത് വലുതായിട്ട് വരുന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ഉണ്ടാവും. മണിമുല്ലയ്ക്ക് പന്തൽ ഇടണം, അതിന് കുറച്ച് പണികളുണ്ട്. അതിങ്ങനെ നന്നായിട്ട് വള്ളി ഇങ്ങനെ ഞാണ്ട് വന്നെടുക്കുക. അപ്പോൾ കുറച്ച് പന്തലിട്ടിട്ട് അതൊന്ന് സെറ്റാക്കാനുണ്ട്. അത് ഇന്ന് ഇനി പറ്റില്ല, ഇനി അടുത്ത ആഴ്ച ഇങ്ങനെ ചെയ്യുള്ളൂ. ഇവിടെ ഒരു കുമ്പളത്തിൻ്റെ തൈ ഉണ്ട് കേട്ടോ. ഒരു കുമ്പളം. ഇനിയൊരു നാരകത്തിൻ്റെ തൈയും കൂടി ഉണ്ട് കേട്ടോ. ആദ്യം കാണിച്ചിരുന്നത് ബബ്ലൂസ് നാരങ്ങയുടെ ആയിരുന്നു. ഇതാണ് ചെറുനാരങ്ങ. ഇതാണ് ശരിക്ക് ചെറുനാരങ്ങയുടെ കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഒരു കൊച്ചു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.